ഇടിക്കാൻ വന്നായിരുന്നു നമ്മളെ അല്ലേ? പറഞ്ഞില്ലേ ഇടിക്കാൻ പറ്റും എന്നോട് പറഞ്ഞില്ലേ? ഫോട്ടോ എടുത്ത് എല്ലായിടത്തും ട്രാഫിക്കാ. റോഡ് പണി അല്ലേ? എവിടെ നോക്കിയാലും റോഡ് പണിയാ. ഇവിടെ ഏറ്റവും വില കുറവുള്ള ഒരു സംഭവം ഉണ്ട്. എന്താണത്? അതാണ് മദ്യം. നമസ്കാരം, ശ്രീലേഖം ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ നമ്മള് എങ്ങടെ പോണ? ഇന്ന് നമ്മള് കണ്ണൂര് പറശ്ശിനിക്കടവ് പോണാണ്. കൊറേ ആയി ഞങ്ങൾ വിചാരിച്ചിട്ട് പോണോന്ന്. ഇന്നാണ് പറ്റിയത് അല്ലേ? അതെ, ഇന്നാണ് അതിനുള്ളൊരു സന്ദർഭം കിട്ടിയത്. തന്നെയല്ല, ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടുപോയി. അപ്പൊ അതിലിടയ്ക്ക് ഞങ്ങളൊന്ന് മൂകാമ്പി പോയി വന്നു. അപ്പൊ ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടിയാണ്. രാത്രിയാണ് രസം. ഗൾഫിലത്തെ അതേ രീതി തന്നെ, ലൈറ്റും കാര്യങ്ങളും അല്ലേ? അല്ല പിന്നെ അതെ, റോഡിന്റെ അറ്റം കാണണ്ട, അങ്ങ് എത്തണം ഇപ്പൊ നമ്മള്. ഗൾഫിൽ വണ്ടി ഓടിക്കുന്ന ഒരു പ്രതീതി അല്ലേ? ശരിക്കും രാത്രിയൊക്കെ നമ്മള് വരികയാണെങ്കിൽ ശരിക്കും ഗൾഫിലത്തെ അതേ ഫീല് അല്ലേ? അങ്ങനെ നമ്മള് ടോൾ ഗേറ്റിലെത്തി. പക്ഷെ ഫ്രീ ആണ് തോന്നുന്നു. അതെ, ഫ്രീ ആണ്. ഈ സൈഡിൽ കൂടി പോണ കണ്ടില്ലേ? ഫ്രീയാ. അല്ല, കാർ അതിലും പോണുണ്ട് കേട്ടോ. പിരിവ് തുടങ്ങിയിട്ടില്ല, വർക്ക് നടക്കുന്നുണ്ട്. നോക്ക്. അതെ, കാണുന്നുണ്ട്. പഠിത്തന്നെ ഉണ്ടാവും വിചാരിക്കാല്ലേ? പടി കഴിഞ്ഞിട്ടില്ല. ഇല്ല, പക്ഷെ പഠിത്തന്നെ ഉണ്ടാവും. കണ്ണൂർ 141. ഈ ബസ് ഇപ്പൊ ഓവർടേക്ക് ചെയ്തിട്ട് ആളെ നടു റോട്ടിൽ വെച്ചിട്ടാണ് ആളെ ഇറങ്ങുന്നത്. നോക്കിയേ, ഇപ്പൊ ഇടിക്കാൻ വന്നായിരുന്നു നമ്മളെ അല്ലേ? പറഞ്ഞില്ലേ ഇടിക്കാൻ പറ്റും എന്നോട് പറഞ്ഞില്ലേ? വെറുതെ തന്നെ പറഞ്ഞത്. ഫോട്ടോ എടുത്ത്. അപ്പൊ നമ്മള് കൊയിലാണ്ടി പാസ് ചെയ്തിട്ട് ഇപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് മാഹിക്ക് ഇപ്പൊ എത്ര കിലോമീറ്റർ ആണ് കാണിക്കുന്നത്? 27 കിലോമീറ്റർ കാണിക്കുന്നത് മാഹി. അങ്ങനെ നമ്മള് വടകര എത്തി. വടകര ബസ് സ്റ്റാൻഡ്, അത് ഇടത് ഭാഗത്ത് കാണുന്നത്. ചെറിയ ബസ് സ്റ്റാൻഡ് അല്ലേ? ചെറിയ ബസ് സ്റ്റാൻഡ്. എല്ലായിടത്തും ട്രാഫിക്കാ. റോഡ് പണി അല്ലേ? എവിടെ നോക്കിയാലും റോഡ് പണിയാ. ലോങ് പോണ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ അല്ലാണ്ട് എപ്പ എത്തണ്ട നമ്മള്. അങ്ങനെ മാഗി എത്താനായി. ഇവിടെ ഏറ്റവും വില കുറവുള്ള ഒരു സംഭവം ഉണ്ട്. എന്താണത്? അതാണ് മദ്യം. മദ്യത്തിന് വില കുറവുള്ള ഒരു നാടാണെന്ന് എല്ലാവർക്കും അറിയാൻ സാധിക്കും. അങ്ങനെ ഞങ്ങളിപ്പോ പെട്രോളിനും ഡീസലിനൊക്കെ ഇവിടെ വില കുറവാണല്ലോ. അപ്പൊ പെട്രോളിനും ഡീസലിനും വില കുറവാണ്. പിന്നെ നമുക്ക് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോവാം. അതെ, ഫുൾ ടാങ്ക് അടിക്കാതെ പമ്പ് എത്തി. പെട്രോൾ ഡീസൽ എവിടെയാണ്? കണ്ട, ഇവിടെ 83.90 ഡീസലിന് വില. നമ്മുടെ നാട്ടില് 94 സംതിങ് അല്ലേ? എന്താ നോക്കിയേ, തലശ്ശേരി ടൗണാ, ഒരു ഇരുട്ട് പോലെ. സ്ട്രീറ്റ് ലൈറ്റ് പോലില്ല, ഒന്നുമില്ല അല്ലേ? എന്തപ്പോ ഇത്? കറണ്ടാണെങ്കിൽ ഉണ്ട് താനും. കറണ്ട് ഉണ്ട്, സ്ട്രീറ്റ് ലൈറ്റ് എവിടെ ഇല്ല. നോക്കി, വളരെ വീതി കുറഞ്ഞ റോഡാട്ടാ ഇവിടെ. കണ്ട, ഒരു ബസ് കറക്റ്റാ കടന്നു പോകുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും തീരെ വീതിയില്ല. ഇതൊന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ കാരണം വെച്ചാല് ഇവിടെ കടകളൊക്കെ റോഡിന്റെ അവിടെ മുട്ടിട്ടാ നിക്കണത്. വൈറ്റ് ലൈനിന്റെ മുകളിൽ മുട്ടിട്ടാ നിക്കണത് അല്ലേ? ആകെ ഇത്തിരി വീതിയുള്ളൂ. കഷ്ടം നോക്കിയ. മുമ്പിലൊരു വണ്ടി സൈക്കിൾ നിർത്തിയാൽ പോലും പോവാൻ പറ്റില്ല. കണ്ട, തലശ്ശേരി ഏകദേശം കഴിഞ്ഞെന്ന് പറയാം അല്ലേ? ഞങ്ങളൊരു 7:30 ഇവിടെ എത്തി. പറശ്ശിനിക്കടവ് എത്തുന്നതിന് മുന്നേ 1 കിലോമീറ്റർ ബാക്കിൽ 2-3 ഹോട്ടലുണ്ട്, പുതിയ ഹോട്ടലുകളാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ റൂം എടുത്തു. കാരണം അമ്പലത്തിനോടേക്ക് പോയി വെക്കേഷൻ ടൈമായ ഭയങ്കര ടൈറ്റ് ആവുക റൂമിന്. ഇവിടെ പരിസരത്തൊക്കെ ടൈറ്റ് തന്നെയാണ്.
അതില്ല എന്നാണ് ശരിക്കും ഭാഗത്തിന് നല്ല റൂം കിട്ടി. കുമാർ സ്പർശിനി ഫുഡ് ഷോ അതാണ് പേര്. നല്ല അത്യാവശ്യം ഉണ്ട് ധാരാളം. സമയമില്ല അല്ല സൂപ്പർ ബാൽക്കണിയാ. ഇതാണ് നമ്മളെടുത്ത ഹോട്ടൽ. പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് പറശ്ശിനിക്ക് അങ്ങടെ പോവുക. ഈ സൈഡിലേക്ക് ഇതാണ് പറശ്ശിനി പോണത്. അതെ ബോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ബോട്ട് സ്റ്റാർട്ടായി. അങ്ങനെ നമ്മുടെ ബോട്ട് ഇതാ ചെറ്റിക്കടുത്തു. ഓ സ്കൂട്ടികള് ബോട്ട് കയറാൻ വേണ്ടി 40 രൂപയ്ക്ക് ഒരു നഷ്ടമില്ല. വെക്കേറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ വണ്ടിയിൽ ലോഡ് ചെയ്യണ പരിപാടിയിലാണ്. ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടല്. നല്ല ഹോട്ടലാണ്, നല്ല വൃത്തി, പുതിയ ഹോട്ടലാണ്, റീസണബിൾ റേറ്റ് ഉള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കൽ, അപ്പോൾ ചെക്കൗട്ടായപ്പോൾ വീണ്ടും ഒന്ന് പറഞ്ഞു മാത്രം. എന്നാ പോലെ ഓക്കെ. എവിടെ ഞങ്ങളുടെ അവിടെ എവിടെയാ? കടവല്ലൂർ. അങ്ങനെ നമ്മള് പറശ്ശിനിക്കടവിന് തിരിച്ചെത്തി. ഇപ്പൊ ഒരു 6-6:30 എത്തിയിട്ടുണ്ടാവും ഞങ്ങള് അല്ലേ? അതെ അതെ 6:30 എത്തി. എന്നിട്ട് സാധനങ്ങളൊക്കെ ഇറക്കി സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ച് ഇനി ഒന്ന് ഫ്രഷ് ആവണം. അത്ര ടയർഡാ. ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. പിന്നെ ട്രാഫിക്, റോഡ് മൊത്തം ട്രാഫിക് ഉള്ള കാരണം എന്തൊരു ബ്ലോക്കാണോ. 4 മണിക്കൂർ യാത്രക്ക് 7 മണിക്കൂറായി എന്ന് പറയാം. വല്ലാണ്ടായി പോയി. അങ്ങനെ എന്തായാലും വേണ്ടിയില്ല, ഞങ്ങള് നല്ല ഹാപ്പി ആയിട്ട് എത്തി. അതെ അതെ മുത്തപ്പനെ ഒക്കെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങി വന്നു. അപ്പോൾ ആയിക്കോട്ടെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്.